ബിജെപിയോടും അതുതന്നെയാണ് ചോദിക്കാനുള്ളത്. ഈ വിഷയത്തിനകത്ത് ഹൈന്ദവ സംഘടനകൾ, ഒരു വിഭാഗത്തിലുള്ള ഹൈന്ദവ സംഘടനകൾ ഒരു വിശ്വാസ സംഗമം സംഘടിപ്പിക്കുമ്പോഴും സമുദായ സംഘടനകളുടെ സപ്പോർട്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ വിശ്വാസ ആചാര സംരക്ഷണ ലംഘന പ്രതിഷേധവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ മാറി നിന്നവരൊക്കെ സർക്കാരിൽ നിന്ന് പുറംതിരിഞ്ഞ് നിൽക്കാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമം വിശ്വാസികൾക്കെതിരാണ് എന്ന് ഒരു പരക്കെ ഒരു പ്രതീതി ഉണ്ടാക്കാൻ BJP അടക്കമുള്ളവരുടെ ആരോപണങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അത് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഞങ്ങൾ വിശ്വാസികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വികസനവും നടപ്പാക്കുകയാണ് എന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വികസനത്തിനാണ് പ്രഥമ പരിഗണന കൊടുക്കുന്നത് എന്ന് ഓരോ നാഴികയ്ക്കും ആവർത്തിച്ചു പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ പാർട്ടി അതിനൊപ്പം നിൽക്കുകയല്ലേ വേണ്ടത്? എന്നോടാണ്. അതെ, ശ്രീ ഉല്ലാസ് ബാബു. വളരെ കാലങ്ങളായിട്ട് മാധ്യമപ്രവർത്തന രംഗത്തുള്ള ആളാണ്. സ്വാഭാവികമായിട്ട് അപർണയ്ക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇതുപോലെയുള്ള തീരുമാനങ്ങൾ വരുമ്പോൾ അതിനകത്ത് ശരിയും തെറ്റും മനസ്സിലാക്കാൻ ബോധ്യമുണ്ടാകും. ഞാൻ ചോദിച്ചോട്ടെ, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നേതൃത്വത്തിൽ 9.5 വർഷം പിന്നിടുകയാണ് കേരളത്തിനകത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം 9.5 വർഷം കഴിഞ്ഞിട്ട് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ 4 തരത്തിൽ ഇതിനെ ചർച്ച ചെയ്യും. ഒന്ന്, ഇതിനകത്ത് രാഷ്ട്രീയം, നമ്മളെല്ലാവരും പറയുന്നത് രാഷ്ട്രീയമുണ്ട്, എന്താണ് അതിന്റെ രാഷ്ട്രീയമുണ്ട് എല്ലാവരും ചോദിക്കും. 2, ഇതിനകത്തൊരു ധാർമ്മികതയില്ല. 3, ഇതിന്റെ അകത്തൊരു ആധ്യാത്മിക ലൈനില്ല. 4, ഇതിന്റെ വികസനവും. ഞാൻ ചോദിച്ചിട്ട് അപർണ എത്ര കാലമായിട്ടുണ്ട് ഒരു സർക്കാർ ഇരിക്കുമ്പോൾ, ഒരു ദേവസ്വം ബോർഡ് ഇരിക്കുമ്പോൾ 5000-ഓ 6000-ഓ പേരെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് പന്തല് കെട്ടി പൊതുയോഗം വിളിച്ച് മൈക്ക് കെട്ടി പ്രസംഗിച്ച് വലിയ ഹോർഡിങ്സ് ഒക്കെ വെച്ച് ഒരു വികസനം ചർച്ച ചെയ്യുന്ന ഒരു ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ക്ഷേത്ര മേഖലയുടെ വികസനം ചർച്ച ചെയ്യുന്നത് അപർണ കാലം ഇതുവരെ കണ്ടിട്ടുണ്ടാവും? ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് ഹോർഡിങ്സിൽ കാണുന്നത്? അയ്യപ്പ സംഗമം എന്നല്ലേ പറഞ്ഞത്? അയ്യപ്പ സ്വാമിയല്ലേ? പിണറായി സ്വാമിയെയും വാസവസ്വാമിയെയും കാണുന്നുണ്ട് ഹോർഡിങ്സിൽ, അയ്യപ്പനെ കാണുന്നില്ല. വലിയ അയ്യപ്പനായിട്ടും കൊച്ചയ്യപ്പനായിട്ടും പിണറായി വിജയനും വാസവന് വിളിക്കുന്നതായിട്ട് കാണുന്നു. കേരളം എന്താണ് ഇതിന് മനസ്സിലാക്കേണ്ടത്? എന്താണ് ഇവർ അതിനകത്ത് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത്? ഇവര് ലോക കേരള സഭ നടത്തിയ പോലെ തന്നെ ഒരു കച്ചവടത്തിന്റെ കൃത്യമായിട്ടുള്ള അജണ്ട അതിന്റെ പുറകിലുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട വികസനം, റോഡ്, തോട്, പാലം, വെള്ളം, വെളിച്ചം, അന്നം, അടിസ്ഥാന സൗകര്യം ഇത്യാദി കാര്യങ്ങൾ 9.5 വർഷക്കാലമായിട്ട് അധികാരത്തിലിരിക്കുന്ന ദേവസ്വം മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ക്യാബിനറ്റിനോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോ അതിനെക്കുറിച്ച് അന്വേഷിച്ച് കാര്യങ്ങൾ പഠിച്ച് എക്സ്പെർട്ടുകളെ കണ്ടെത്തി കൺസൾട്ടൻസി വെക്കാമെങ്കിൽ കൺസൾട്ടൻസി വെച്ച് കൃത്യമായ കാര്യങ്ങളിൽ കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത വ്യക്തിയായിരുന്നു ദേവസ്വം ബോർഡ് മന്ത്രിമാരായിട്ടിരുന്നത്. ഏകദേശം 53 കോടി രൂപയോളം സർക്കാരിന്റെ ഫണ്ടുകൾ ലാപ്സ് ആക്കി കളഞ്ഞില്ലേ? റോഡുകളുടെ വികസനവുമായി ബന്ധപ്പെട്ട് 2016 കിട്ടിയ 23, അതിനുശേഷം കിട്ടിയ 11, അതിനുശേഷം കിട്ടിയ 14 ഒക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റിലാപ്സ് ആക്കി കഴിഞ്ഞത്? കണക്കുകളില്ലേ കൃത്യമായിട്ട്? അപ്പൊ അവിടെ ഒന്നും ആ പൈസ കൊണ്ട് വികസനങ്ങൾ നടത്താൻ സാധിക്കാത്ത പറഞ്ഞ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. KSRTC ബസ്സുകൾക്ക് പോലും പൈസ കൂട്ടിക്കൊണ്ട് നിലയ്ക്കലിൽ നിന്ന് പമ്പ വരെ കൊണ്ടുപോകുന്ന സർക്കാരാണിത്. ഇതിന് അടിസ്ഥാന സൗകര്യം, മലമൂത്ര വിസർജനത്തിന് പോലും വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കാൻ പ്രാപ്തിയില്ലാത്ത, കഴിവില്ലാത്ത, വീക്ഷണങ്ങളില്ലാത്ത സർക്കാർ വ്യക്തികൾ അവർ ഇപ്പോ ആഗോള സംഗമം പന്തല് കെട്ടി വിളിക്കുന്നു. അപ്പൊ ഈ ടോയ്ലറ്റ് കൊണ്ടുവരണം അവിടെ, അല്ലാതെ അവിടെ ഒരു അടിസ്ഥാന സൗകര്യങ്ങളില്ല. അങ്ങനെ ഒരു സർക്കാർ ഇന്ന് ഇത് കൊണ്ടുവരുന്ന സമയത്ത് അതിനകത്ത് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്താണ്? ഈ മുരുക സംഗമം ഇവിടെ തമിഴ്നാട്ടിൽ നടക്കുകയും അത് കാണുകയും ചെയ്ത ഇടതുപക്ഷം വിശ്വാസികളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് അത് 1921 മാപ്പിള ലഹളം മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ തിരുവിതാംകൂറും മലബാറിലും നടന്നിട്ടുള്ള ഹിന്ദു കൺസോളിഡേഷൻ വോട്ടുകളെ കൈപ്പിടിക്കാൻ വേണ്ടി ഇടതുപക്ഷം അന്ന് നടത്തിയിട്ടുള്ള EMSന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് കൂട്ടി വായിക്കുമ്പോൾ കൃത്യമായിട്ട് അയ്യപ്പ സംഗമത്തിന്റെ പുറകിലുള്ള ഹിന്ദു വോട്ടിന്റെ കണ്ണ് വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം മനസ്സിലാകും. 2, ഇതിന്റെ രാഷ്ട്രീയത്തിൽ കൃത്യമായി പറഞ്ഞിട്ടില്ലേ സ്റ്റാലിൻ എതിർക്കുന്നതാണ് പ്രശ്നം എന്ന് പറഞ്ഞു. നോക്കൂ, ഗോപൻ പറയുന്നത് ഞാൻ കേട്ടു. സ്റ്റാലിൻ കൃത്യമായിട്ട് സനാതന ധർമ്മവും ഹിന്ദു വിശ്വാസവും ഡെങ്കുവും മലേറിയയുമാണെന്ന് പറഞ്ഞ വ്യക്തികളാണ്. ആ വ്യക്തികൾ അയ്യപ്പ സംഗമത്തിന് വരുന്ന സമയത്ത് വിശ്വാസികളുടെ ആചാരങ്ങളുടെ ക്ഷേത്ര വിശ്വാസങ്ങളെ പരിപൂർണമായി അംഗീകരിച്ചു പോകുന്ന വിശ്വാസികൾക്ക് അത് ദോഷം തന്നെയാണ്. ഇവര് കോൺഗ്രസിന്റെ ആന്ധ്രയിലെയോ അല്ലെങ്കിൽ കർണാടകയിലോ ആളെ കൊണ്ടുവന്നിട്ട് വിശ്വാസികളാണ് അവർ. സിദ്ധാരാമയ്യ വിശ്വാസിയല്ല, D. ശിവകുമാർ വിശ്വാസിയാണ്, രേവന്ത് റെഡ്ഡി വിശ്വാസിയാണ്. അവർ ആർക്കും എതിർപ്പില്ല. അപ്പൊ അയ്യപ്പ സംഗമം എന്ന പേര് പറഞ്ഞുകൊണ്ട് കച്ചവട സംഗമം നടത്തി വിവിധ മേഖലകളിൽ ആളുകളെ കൊണ്ടുവന്ന് സാമ്പത്തിക താല്പര്യാർത്ഥം ഒപ്പം
ഒപ്പം തന്നെ രാഷ്ട്രീയ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഹിന്ദു വിഭാഗത്തിന്റെ വിശ്വാസികളുടെ വോട്ടുകളെ വാങ്ങിച്ചെടുക്കാൻ കാണിക്കുന്ന ഒരു തട്ടിപ്പ്. ഇവർ നടത്തിയ ഹോർഡിങ്സിൽ പിണറായി വിജയനും വാസവൻ പിണറായിയെ കണ്ടൊക്കെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തിനകത്തെ വിശ്വാസികൾ നഷ്ടപ്പെടുന്നു വരുന്നു എന്ന് പറയുമ്പോൾ എന്ത് അവസ്ഥയാണ്. അയ്യപ്പ സ്വാമിയെയാണ് വിളിക്കുന്നത്, ആ ഭഗവാനെ കാണാനാണ് പോകുന്നത്. പിന്നെ അതിനകത്ത് ധാർമ്മികത, ഇത് ധാർമ്മികതയുള്ളത്. ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട് വിവിധ വിശ്വാസികൾ, ഭക്തജനങ്ങൾ നാമജപ ഘോഷയാത്രയുമായി കേരളത്തിന്റെ തെരുവീതികളിൽ ഇറങ്ങിയ സമയത്ത് ഈ ആചാര ലംഘനം നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെ തല്ലിയതാരാണ്? അവർ അറസ്റ്റ് ചെയ്തതാണ്. 2200 കേസുകൾ എടുത്തതാണ്. 4400ഓളം അറസ്റ്റുകൾ ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ്. ആ അറസ്റ്റുകൾ, ആ കേസുകൾ എല്ലാം ഇപ്പോൾ പിൻവലിച്ചോ? അയ്യപ്പൻ എന്ന് പറയപ്പെടുന്ന ദൈവമാണെന്നും ദൈവത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നും ആ വിശ്വാസം പരിപൂർണമായി അംഗീകരിക്കുന്നുവെന്നും ഈ ഇടതുപക്ഷം പറഞ്ഞിട്ടുണ്ടോ? ഈ ഇടതുപക്ഷം അംഗീകരിച്ചിട്ടുണ്ടോ? അപ്പൊ ഇവർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ ധാർമ്മികമായി ശ്രീ ഉല്ലാസ് ബാബു, കേരളത്തിലെ ഹിന്ദു വിശ്വാസികളെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സർക്കാർ ഹിന്ദുക്കൾക്കൊപ്പമാണോ, വിശ്വാസികൾക്കൊപ്പമാണോ, വിശ്വാസ സംരക്ഷണത്തിനൊപ്പമാണോ എന്ന് മനസ്സിലാക്കാൻ ഇവിടെയുള്ള ഹിന്ദു വിശ്വാസികൾക്ക് കഴിയുകയില്ലേ? സർക്കാർ ഒരു നിലപാട് ഇപ്പോൾ എടുക്കുന്നു, പണ്ടെന്ത് നിലപാടെടുത്താലും ഇപ്പോൾ ഇതാണ് എടുക്കുന്നത് എന്ന് ഹിന്ദു വിശ്വാസികൾക്ക് തിരിച്ചറിയാനുള്ള കഴിവ് ഉണ്ടാവുകയില്ലേ? SNDPയും NSSും ഒക്കെ എടുക്കുന്ന നിലപാടൊക്കെ ഈ സമയത്ത് എടുത്തു പറയേണ്ടതാണ്. സ്വാഭാവികമായിട്ടും വിശ്വാസികൾ സർക്കാരിനൊപ്പം നിൽക്കും, ഇടതുപക്ഷത്തിനൊപ്പം നിന്നേക്കും എന്നുള്ളൊരു ഭയം കൊണ്ട് ഒരു രാഷ്ട്രീയ പ്രചാരണം നടത്തുക കൂടിയാണോ ഈ ആരോപണം? അങ്ങനെയല്ലല്ലോ പറഞ്ഞു. നോക്കൂ, ശ്രീ ഗോപൻ, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ഗോപൻ പറഞ്ഞു 7 ലക്ഷത്തോളം പേര് കഴിഞ്ഞതിന്റെ മുന്നത്തെ തവണത്തേക്കാൾ കൂടുതൽ കഴിഞ്ഞ തവണ തൊഴുതു. അപർണ ന്യൂസ് 18 കൃത്യമായിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്ത വിഷയങ്ങളില്ലേ അതിനകത്ത്? കഴിഞ്ഞ തവണ ശബരിമലയിലേക്ക് വരാൻ പോലും സാധിക്കാതെ എരിമേലിയിൽ നിന്നും നിലയ്ക്കലിൽ നിന്നും പമ്പയിൽ നിന്നും നിരവധി സ്ഥലങ്ങളിൽ നിന്നും മടങ്ങി മാലയൂരി കെട്ടഴിച്ച് കണ്ട ക്ഷേത്രത്തിൽ അവിടെ നെയ്യ് കൊടുത്ത് തിരിച്ചു പോയ എത്ര ലക്ഷം ഭക്തരുണ്ടെന്നറിയാമോ? എന്തായിരുന്നു ഇവരുടെ കെടുകാര്യസ്ഥത? ഇവരുടെ കൃത്യമായിട്ടുള്ള സമീപനക്കുറവിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തർക്ക് പോലും തൊഴാനുള്ള സൗകര്യം ഒരുക്കാൻ പ്രാപ്തിയില്ലാത്ത സർക്കാരായിരുന്നില്ല ഇവർ. ആ കാര്യം എന്താ അവർ മൂടിവെക്കുന്നത്? ഇവിടെ വിശ്വാസികളുടെ ജാതിയോ മതമോ അല്ലെങ്കിൽ വിശ്വാസികളുടെ കാര്യം, ഇവർ മതേതരത്വം സർവ്വമത സമഭാവനയുടെ ഭാഗമായിട്ട് ശബരിമലയുടെ വിഷയമടക്കം പരിഹരിക്കാനല്ലേ ഈ വികസനം പദ്ധതികൾ എന്ന് പറയുന്നത്? രണ്ടും രണ്ടായിട്ടാണല്ലോ പറയുന്നത്. ഈ പറഞ്ഞ കെടുകാര്യസ്ഥത അതടക്കം എന്നല്ലേ ഇടത് സർക്കാരും നേരത്തെ ശ്രീ BK ഗോപനും പറഞ്ഞത്? അപ്പോൾ അതിന് ഒരുമിച്ച് നിൽക്കുകയല്ലേ വേണ്ടത്? അല്ലല്ലോ പറഞ്ഞേ, ചോദിച്ചോട്ടെ. 9 കൊല്ലമായിട്ട് കേരളത്തിലെ ദേവസ്വം മന്ത്രി എന്തെടുക്കുകയായിരുന്നു? അവൻ എന്തായിരുന്നു പണി? അവൻ ഇവിടുത്തെ ക്ഷേത്രങ്ങളും ക്ഷേത്രാചാരങ്ങളും ക്ഷേത്ര വിശ്വാസങ്ങളും ക്ഷേത്രത്തിന്റെ വികസനവും ക്ഷേത്രത്തിൽ വരുന്ന ഭക്തന്മാരുടെ അടിസ്ഥാന സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ വരുന്ന ഭക്തന്മാർക്ക് കൃത്യമായി തൊഴുതുകൊണ്ട് തിരിച്ചു പോകാനുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ സാധിക്കില്ലായിരുന്നെങ്കിൽ ആ വകുപ്പിന്റെ കീഴിൽ, ആ വകുപ്പിന്റെ മേലെ കയറിയിരിക്കുന്നതിൽ എന്ത് അർത്ഥമുണ്ടായിരുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ കോർഡിനേറ്റ് ചെയ്യുന്നത് 21 മന്ത്രിമാരുണ്ടായിരുന്നില്ല. മന്ത്രിമാർക്കനുസരിച്ച് ചെയ്യേണ്ടേ? പിന്നെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾ വരികയാണെങ്കിൽ അവിടെ തന്ത്രിയില്ലേ, അവിടെ മേൽശാന്തിയില്ലേ, അതനുസരിച്ച് ടീമില്ലേ, അവിടെ പന്തളം കൊട്ടാരങ്ങളില്ലേ? ഈ കേരളത്തിനകത്ത് നിരവധി ക്ഷേത്രങ്ങളില്ലേ, ക്ഷേത്രോപദേശക സമിതികളില്ലേ, ആ സമിതികളുടെ ആളുകളില്ലേ? ഈ തിരുവിതാംകൂർ ദേവസ്വത്തിന് കീഴിൽ വരുന്ന എത്ര ക്ഷേത്രങ്ങളുണ്ട്? ആ ക്ഷേത്രങ്ങളുടെയൊക്കെ ക്ഷേത്രോപദേശക സമിതികളിലെ ഇവരാരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടോ? പിന്നെ ഞാൻ ചോദിച്ചോട്ടെ, ലക്ഷോപലക്ഷം പേര് വരുന്ന ശബരിമല ക്ഷേത്രത്തിൽ ഈ വിശ്വാസികൾ വന്ന് പിണറായി വിജയനോ വാസവനെയോ കണ്ടിട്ടല്ല, ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം കണ്ടിട്ടല്ല, അവർ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിരുന്നു. ആ ലക്ഷോപലക്ഷം വരുന്ന അയ്യപ്പ സത്യസന്ധമായിട്ട് ക്ഷേത്ര വിശ്വാസികളെ അയ്യപ്പ വിശ്വാസത്തിൽ ചൂസ് ആൻഡ് പിക്ക് ചെയ്തത് ഏത് അടിസ്ഥാനത്തിൽ? എന്തായിരുന്നു ഇവരുടെ ക്രൈറ്റീരിയ? 7000 4000 പേര് ഇവർ ചൂസ് ചെയ്തത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? എന്റെ ഒറ്റ ചോദ്യം, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തർ ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലം, ഈ പറയുന്നത് പോലെ ഇവിടെ ഒരു വികസനം ഒരുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഗുണം ഫലം അനുഭവിക്കാൻ പോകുന്നതിൽ ഭൂരിഭാഗവും അന്യ സംസ്ഥാനത്തിൽ നിന്നുള്ള ഭക്തരാണ്. അവർക്ക് കേരളത്തിൽ വോട്ടില്ല. അപ്പോൾ ഈ വോട്ടില്ലാത്ത ഈ ഭക്തർക്ക് വേണ്ടി ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടും ഇത് വോട്ട് തട്ടാനാണ് എന്ന് പറയുന്നിടത്ത് ഒരു വിഷയമില്ലേ? ഇല്ല അപർണ, അതായത് കഴിഞ്ഞ തവണത്തെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ സർക്കാരിന്റെ നേതൃത്വത്തിൽ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ, കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ദേവസ്വം മന്ത്രിയായിരുന്ന സമയത്ത് ആചാര ലംഘനം നടക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ കൃത്യമായിട്ട് വിശ്വാസികൾ എതിർത്തുകൊണ്ട് ഇടതുപക്ഷത്തിനെ തോൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ എല്ലാ വീടുകളിലും കയറി ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്നും അവരെ ബോധ്യപ്പെടുത്തുന്ന പ്രവർത്തനം ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പക്ഷെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അപർണ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ആളുകളെ കൊണ്ടുവന്ന് വികസനം നടത്തുന്നു. അപർണ നോക്കൂ, ഒരു വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും ഒരു വ്യക്തി എന്ന രീതിയിൽ
അപർണ, കേരളത്തിലൊരു സർക്കാരുണ്ട്. ആ സർക്കാരിന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരുണ്ട്. ആ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ കൃത്യമായിട്ട് ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ അല്ലെങ്കിൽ നിർവഹിക്കപ്പെടാൻ കൃത്യമായി ബാധ്യതയുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ ഉള്ള സ്ഥലത്ത് പന്തല് കെട്ടി മൈക്ക് വെച്ച് പൊതുയോഗം വിളിച്ചിട്ടാണോ ശബരിമലയുടെ വികസനം നടത്തേണ്ടത്? റോഡ് ഉണ്ടാക്കാൻ പൊതുയോഗം വിളിക്കണോ? കേരളത്തിന്റെ സംവിധാനത്തിൽ തോടുണ്ടാക്കാൻ പൊതുയോഗം വിളിക്കണോ? വെള്ളം കൊടുക്കാൻ പൊതുയോഗം വിളിക്കണോ? വെളിച്ചം കൊടുക്കാൻ പൊതുയോഗം വിളിക്കണോ? അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കാൻ പൊതുയോഗം വിളിക്കണോ? അവിടേക്കുള്ള വഴി കൃത്യമാക്കി അതിന്റെ പാത കറക്റ്റ് ചെയ്ത് 6 ചക്രമുള്ള വണ്ടി കൃത്യമായി ഓടിച്ച് അതിന് മാന്യമായിട്ടുള്ള ഒരു സംഖ്യ മാത്രം സ്വീകരിച്ച് ക്ഷേത്ര വിശ്വാസികൾക്ക് അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പൊതുയോഗം വിളിച്ച് വികസനം ചർച്ച ചെയ്യണമെന്നാണ് പറയുന്നതെങ്കിൽ എന്ത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും എന്താണ് പണി? അവർ എന്തിനാണ് ഇരിക്കുന്നത്? ഞാൻ തിരികെ എത്താം.